ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ വീഡിയോ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് തുടങ്ങാം. നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് പുട്ടും പഴവുമാണ്. പിന്നെ ഒരു മുട്ടയുമുണ്ട്. അതുപോലെ തന്നെ നല്ല അടിച്ച ചായ, ഇഞ്ചി ചായ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടാവുമോ? ഓക്കെ, ഇന്നത്തെ ദിവസം വന്നിട്ട് വലിയ കുഴപ്പമില്ല. സൂര്യൻ്റെ പ്രകാശമൊക്കെ ഉണ്ട്, പക്ഷേ തണുപ്പുണ്ട്, വലിയ കുഴപ്പമില്ല. പക്ഷേ നല്ല കാറ്റാണ്. കാറ്റെന്ന് പറഞ്ഞാൽ നമുക്ക് വെളിയിലോട്ടൊന്നും അങ്ങനെ ഇറങ്ങിപ്പോകാൻ പറ്റത്തില്ല. കാറ്റ് കാരണം നമുക്ക് തണുക്കും. കുറച്ച് ക്ലൗഡിയുമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കാറ്റ് വീശി അതിൻ്റെ പുറകെ ഒരു മഴയും വരാൻ ചാൻസ് ഉണ്ട്. നോക്കാം. എനിവേയ്സ് നമ്മുടെ ദിവസം തുടങ്ങാം. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചാലും ഞാൻ കുറച്ച് ചായ ബാക്കി വയ്ക്കാറുണ്ട് കേട്ടോ. എനിക്ക് ചായ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇഷ്ടമുള്ള കപ്പിൽ ചായ കുടിക്കുക എന്ന് പറയുന്നത് എൻ്റെ ഒരു ഹോബിയും കൂടിയാണ്. ഞാൻ നിങ്ങൾക്ക് കുറച്ച് കപ്പ് കാണിച്ചു തരട്ടെ. ഒരിടയ്ക്ക് കാപ്പി ഭയങ്കര ഒരു വീക്ക്നെസ് ആയിരുന്നു. അത് നിർത്തി ഇതേ ചായയിലേക്ക് വന്നു. ഇനി ചായ എനിക്ക് നിർത്തി തുടങ്ങണം. ഈ കപ്പ് കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇത് റീസെൻ്റായിട്ട് ഞങ്ങൾ വാങ്ങിച്ചതാണ്. പിന്നെ 2-3 കപ്പുകളൊക്കെ നിങ്ങളെ ഞാൻ കാണിക്കാം വരുന്ന വീഡിയോസിലൊക്കെ ആയിട്ട്. ഇപ്പോൾ തൽക്കാലം നമുക്ക് ചായ കുടിക്കാം. അത് ഏതും ഉണ്ടോ, ഇതും കൂടെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഫ്ലവർ പെറ്റൽസ് ആണ്. റിയൽ ഫ്ലവർ ആണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഉണ്ടല്ലോ നല്ല രസമാണ് കാണാനായിട്ട്. ഇത് കണ്ടോ, ഇതുപോലെ നമ്മൾ തിരിച്ചു വെച്ച് തട്ടി കഴിയുമ്പോഴത്തേനും ഈ ഫ്ലവേഴ്സിൻ്റെ എന്താ പറയുക ഇതളൊക്കെ സൈഡിൽ വന്നിരിക്കും. ഇത് നമ്മളതിൽ ചായ കാപ്പിയൊക്കെ ഒഴിച്ച് കുടിക്കുമ്പോൾ അതിൻ്റെ കളറും കൂടെ നമുക്ക് എടുത്ത് കാണാൻ പറ്റും. അപ്പം അതൊരു കപ്പ്. നമുക്കിപ്പോൾ തൽക്കാലം ഈ കപ്പിൽ ചായ കുടിക്കാം. വെളിയിൽ ഭയങ്കര ശക്തമായ കാറ്റാണ്. നമുക്ക് പുറത്ത് പോയി നോക്കാവേ. കാറ്റാണോ പൂച്ചേ? ഓടിച്ചോ. അയ്യോ, ഇതെല്ലാം മറഞ്ഞു പോയല്ലോ. വെയിൽ കണ്ടപ്പോൾ ചെറുതായിട്ട് ചൂടുണ്ടെന്ന് തോന്നി കേട്ടോ. പക്ഷേ കാറ്റടിക്കുമ്പോൾ തണുക്കുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, കുറച്ച് നേരം ഈ കാറ്റ് കൊള്ളാമെന്ന് വിചാരിച്ചു. നല്ല രസമുണ്ട്, വേറൊരു ഫീല് തന്നെയാണ് കേട്ടോ. വാ, വെയിലിൻ്റെ ചെറിയ ചൂടും പിന്നെ കാറ്റും കൂടെ ആയപ്പോഴത്തേനും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അവിടെ നിൽക്കാനായിട്ട്. ആ വെയിലടിക്കുന്ന അത്രയും ഭാഗത്ത് നമുക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ. ബാക്കി സ്ഥലങ്ങളിലേക്ക് നല്ല തണുപ്പുണ്ട്. അപ്പം ഞാൻ ആ ഒരു ഏരിയ മാത്രം ഇങ്ങനെ നിൽക്കുമായിരുന്നു. നല്ല രസം, നല്ല കാമായിട്ട്. കൊള്ളാം, അടിപൊളി. പക്ഷേ ഉണ്ടല്ലോ, നമ്മൾ സൂക്ഷിക്കുകയും ചെയ്യണം. ഇതിന് ശക്തി കുറച്ചും കൂടി കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെളിയിൽ ഇറങ്ങി നിൽക്കുന്നത് അപകടമാണ്. കാരണം എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ പറന്ന് വരികയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മേത്തടിക്കും. അത് പിന്നെ ഇഞ്ചുറി ആകും, അപകടമാകും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. കാറ്റത്ത് ഞങ്ങളുടെ ചെടിച്ചട്ടിയൊക്കെ പറന്നുപോയി കണ്ടോ, എല്ലാം മറിഞ്ഞുപോയി. കാറ്റടിക്കുമ്പോഴേ നമ്മളുടെ ഈ ലോണ് ഇങ്ങനെ കിടന്ന് ആടുന്നത് കാണാൻ നല്ല രസമല്ലേ? നോക്കിയേ, നിങ്ങൾക്കത് ക്യാമറയിൽ കിട്ടുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇനി കുറച്ച് നേരം കുഞ്ഞിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അവന് ഞങ്ങൾ കുറച്ച് ബുക്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കുറച്ച് നേരം, ഒരു 5 മിനിറ്റ് ആണെങ്കിലും അവനെ പരിചയപ്പെടുത്താറുണ്ട് മിക്ക ദിവസങ്ങളിലും. അങ്ങനെ കുറച്ച് ബുക്സൊക്കെ അവനറിയാം. ഡോഗിനെ കണ്ടോ? പേരുണ്ടോ നോക്കാവേ. റാബിറ്റ്. Chicks. Wow.
soft. ഇത് കണ്ടോ മോനെ? എന്തുവാ എന്നെ നോക്കുന്നേ? റാബിറ്റ്. റാബിറ്റിന്റെ ഇയർ അത്. ഇത് ടച്ച് ആൻഡ് ഫീൽ ബുക്കാണ്. ഇതിൽ കുറേ എന്താ പറയുന്നത് ആനിമൽസിൻ്റെ ഫോട്ടോയും ഒക്കെ കൊടുത്തിട്ട് കുറച്ചൊരു സ്റ്റോറി പോലെ 1-2 സെൻറ്റൻസ് അതിൽ എഴുതിയിട്ടുണ്ടാവും. അത് നമ്മൾ വായിച്ചു കൊടുക്കുക. ആ കൂട്ടത്തിൽ തന്നെ അവർ നമുക്ക് എന്താ പറയുന്നത് തൊട്ട് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ തൂവലിൻ്റെ പോലെയൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സൗണ്ട് ഉണ്ടാക്കണ ബുക്ക് വേറെ ഉണ്ട്. എവിടെയെങ്കിലും പ്രസ് ചെയ്താൽ അവിടെ സൗണ്ട് ഉണ്ടാവും. അങ്ങനെയൊക്കെ. അപ്പോൾ ഓരോ ആനിമൽസിനെയൊക്കെ പരിചയപ്പെടാനൊക്കെ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് കഥയൊക്കെ ഉണ്ടാക്കി പറഞ്ഞു കൊടുക്കാം. ഇത് കൂടാണ്ട് തന്നെ വെറുതെ അവൻ്റെ കൂടെ ഇരിക്കാനുള്ളൊരു ടൈം നമ്മൾ കണ്ടെത്തുന്നു. അങ്ങനെ ശബ്ദം വെക്കുന്ന എങ്ങനെ? ഇവിടെ വെച്ചേ, ശബ്ദം വെച്ചേ, സൗണ്ട് വെച്ചേ. അവിടെ സൗണ്ട് വരുവപ്പ അങ്ങനെ വെച്ചാല്. കണ്ടോ? ഇത് കണ്ടോ? ഹോഴ്സിനെ കണ്ടോ അപ്പ? ഹോഴ്സ് ആ ബുക്കാണോ നിനക്ക് ഇഷ്ടപ്പെട്ടെ? അപ്പയെ കാണിച്ചേ, തുറന്ന് കാണിച്ചേ, ഓപ്പൺ ചെയ്തേ. ബുക്ക് ഓപ്പൺ ചെയ്തേ. എങ്ങനെ ഓപ്പൺ ചെയ്യുന്നേ? അത് കുഞ്ഞിന്റെ ബുക്കാണോ? ഇത് കണ്ടോ പോന ബോബി? അടച്ചോ. കൈ വെച്ചേ, കൈ വെച്ചേ. ഇവിടെ എനിക്ക് ആ ബുക്കാണോ വേണ്ടി? എന്നാ അമ്മ ഓപ്പൺ ചെയ്ത് കാണിക്കട്ടെ. വേണ്ട. ഡോഗിന്റെ ചെവി എന്തേ? എന്തേ ഡോഗിന്റെ ചെവി? എന്തേ ഡോഗിന്റെ ചെവി എന്തേ? തേണ്ട ഡോഗിന്റെ ചെവി. ഡോഗിന്റെ നോസ് എന്തേ മോനെ? നോസ് എന്തേ ഡോഗിന്റെ? അത് ഡോഗാണോ? ഡോഗിന്റെ നോസ് എന്തേന്ന് പറഞ്ഞേ? അമ്മ കാണിച്ചേ. ഡോഗിന്റെ നോസ് എന്തേ? ഡോഗിന്റെ നോസ് എന്തേന്ന് പറ. ഡോഗിന്റെ നോസ് എന്തേന്ന് പറ. ഡോഗിന്റെ നോസ് എന്തേന്ന് പറ. വേണ്ട അമ്മ വേണ്ട. ഇത് കണ്ടോ? Cat, tiger, elephant, dog. The dog. Woof, woof, woof. എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് രേഷ്മ ഗിഫ്റ്റ് ചെയ്തിട്ടുള്ളൊരു ബുക്ക് ഉണ്ടായിരുന്നു, ബി പോസിറ്റീവ് എന്ന് പറഞ്ഞിട്ട്. അത് ഭയങ്കര നല്ലൊരു ബുക്കാണ് കേട്ടോ. നമുക്കിപ്പം ചില ദിവസങ്ങൾ എണീക്കുമ്പോൾ നമ്മൾ ഭയങ്കര ബ്ലാങ്ക് ആയിട്ടൊക്കെ ഫീൽ ചെയ്യില്ലേ, എന്താ ഇന്ന് ചെയ്യുക, എന്തോ ഒരു ഐഡിയ വരുന്നില്ല, അങ്ങനെയൊക്കെ. അപ്പം പെട്ടെന്ന് ഈ ഒരു ബുക്ക് എടുക്കുക, വായിക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഓരോ ഡേയിൽ അല്ലെങ്കിൽ ഓരോ മന്തിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ എക്സാമ്പിൾസൊക്കെ ഉണ്ട്. അപ്പം അത് വായിക്കുമ്പോൾ കുറേയൊക്കെ നമ്മളെ മോട്ടിവേഷൻ ചെയ്യുന്ന പോലെ ഒരു ഫീൽ കിട്ടും. അപ്പോൾ ആ ബുക്ക് ഞാൻ എത്ര വായിച്ചാലും പിന്നെയും വായിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ കുഞ്ഞിൻ്റെ ബുക്ക് വായനയൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിനി അതൊക്കെ മാറ്റി വയ്ക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വിശക്കുന്നുണ്ട്, നമുക്കിനി ഫുഡ് കഴിക്കാം. ഇപ്പോൾ ഇതിന് ഉച്ചയാവുന്നു. നമ്മളിന്ന് കുറച്ച് നേരത്തെയാണ് ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിക്കുന്നത്. കാരണം ഇന്ന് അച്ഛന് നൈറ്റ് ഡ്യൂട്ടി ഉണ്ട്. അപ്പം നമുക്കെല്ലാവരും കൂടെ ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാം. ഈ ഷെൽഫിലാണ് ഞാൻ ബുക്സൊക്കെ വെച്ചുകൊണ്ടിരുന്നത്. പക്ഷേ താഴേന്ന് 3 ഷെൽഫ് വരെ എനിക്കിപ്പം ബുക്സൊന്നും വെക്കാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ കുഞ്ഞൂസിന് നീളം വെച്ചു. അവിടെ വരെയുള്ള ബുക്സൊക്കെ അവനെല്ലാം വെച്ച് താഴെ ഇടും. അതുകൊണ്ട് ഇനി എനിക്ക് 2 ലെവൽ അല്ലെങ്കിൽ 3 ലെവൽസിൻ്റെ പകുതി ഭാഗം തൊട്ടേ എനിക്ക് കിട്ടത്തുള്ളൂ. ഈ ഒരു ബുക്ക് കണ്ടോ, ഔൾ ബേബീസ്. അത് നല്ലതാട്ടോ. ആരെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ബുക്ക് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആമസോണിൽ അത് അവൈലബിൾ ആണ് കേട്ടോ. അതൊന്ന് വായിച്ചു നോക്കണേ, നല്ലതാണ് കുട്ടികൾക്ക് വായിച്ചു കൊടുക്കാൻ. യു ആർ ഓസം. ഇതും എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഇന്നത്തെ സ്പെഷ്യൽ വന്നിട്ട് മീൻ കറിയാണ്. കളർ കണ്ടിട്ട് ഒത്തിരി എരിവുണ്ടെന്ന് വിചാരിക്കേണ്ട, മീഡിയം എരിവുള്ള നല്ല മീൻ കറി. അപ്പം ഊണ് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം. ഇതിൻ്റെ ഇടയിൽ കുഞ്ഞിനുള്ള ഫുഡും കൂടെ നമ്മളിവിടെ റെഡിയാക്കുന്നുണ്ട്. ചില ദിവസങ്ങളിൽ അവൻ്റെ കുറുക്കൊന്നും ഇഷ്ടമല്ല, വേറെ എന്തെങ്കിലും ട്രൈ ചെയ്യാനാണ് അവനിഷ്ടം. അപ്പം നമ്മൾ ചോറിന് കൂട്ടത്തിൽ മുട്ടയും അതുപോലെ നെയ്യും കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കാൻ പോവാണ്. അവിടെ ഇരുന്ന് കഴിച്ചാൽ മതി നീ കേട്ടോ. എന്തുവാ ഐസ്ക്രീം കഴിച്ചോനോ? ഐസ്ക്രീം കഴിച്ചോണോ പൂച്ചേ? ആനോ
ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കുഞ്ഞ് ഉറങ്ങാൻ പോയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ വൈകുന്നേരം ആയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ നല്ല മഴയൊക്കെ പെയ്തു. ഇപ്പോഴും നല്ല ശക്തമായിട്ട് കാറ്റൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ. കുഞ്ഞ് ഉറങ്ങുന്ന സമയത്താണ് കൂടുതലും അമ്മമാർ അവരുടെ കൂടെ തന്നെ കിടന്നുറങ്ങും. ചില ആൾക്കാർ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യും. നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാമല്ലോ. കുക്കിംഗ് ചെയ്യാം, വീട് ക്ലീൻ ചെയ്യാം, അങ്ങനെ പല കാര്യങ്ങൾ. ഞാനിവിടെ എൻ്റെ സ്ട്രെസ്സ് മാറ്റാനായിട്ട് ഒരു ചായയും കൂടി ഉണ്ടാക്കിയിട്ടോ. അതൊന്ന് കുടിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഉദ്ദേശിച്ച കുറച്ച് റിലാക്സ് ആവാൻ വേണ്ടിയിട്ടൊന്നും കേട്ടോ. കുറച്ച് പെട്ടെന്നുള്ള ക്ലീനിങ് അല്ലാണ്ട് ഉച്ച കഴിഞ്ഞിട്ട് നമുക്ക് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എന്നും കുറച്ച് ദിവസത്തേന് ഡെയിലി വ്ളോഗായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ.